പുതിയ സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ശാപവാക്കുകൾ പറഞ്ഞ് സ്വാഗതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് എം സ്വരാജ്. നല്ലൊരു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും, സർക്കാരിന്റെ പ്രവർത്തനമനുസരിച്ച് ആയിരിക്കും പ്രതിപക്ഷത്തിന്റെ പിന്തുണയെന്നും സ്വരാജ് പറഞ്ഞു. ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും. സർക്കാർ ഏത് പദ്ധതികൾ പ്രഖ്യാപിച്ചാലും നാടിന്റെ ക്ഷേമത്തെയും ഭാവിയെയും കരുതി അതിനെല്ലാം പിന്തുണ കൊടുക്കാനുള്ള ഒരു യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ മനസ്സാണ് ഉണ്ടാകുക. ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കും. എന്നാൽ നാടിനെയും ജനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ വന്നാൽ അതിനെ ചൂണ്ടിക്കാട്ടും, അതിനെ എതിർക്കും. അങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ കഴിഞ്ഞ കാലം നമ്മുടെ അനുഭവം എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളതാണ്. ആ ഒരു സമീപനം ഒരു നശീകരണ സ്വഭാവമാണ്. ആ സ്വഭാവമല്ല. ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കുമെന്നാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം കൊടുത്തിട്ടുള്ള സൂചന. ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് പല വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഞാനത് ഓരോന്നായിട്ട് പറയുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ അതിനെയൊക്കെ അങ്ങനെ വിമർശിച്ചും ആക്രമിച്ചും പോവുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ടേ ഉള്ളൂ. തുടർന്ന് എങ്ങനെയാണ് ഈ ഗവൺമെന്റ് മുൻപോട്ട് പോവുക, ജനങ്ങളുടെ മുൻപാകെ അവർ കൊടുത്തിരുന്ന വാഗ്ദാനങ്ങൾ അവർക്ക് പാലിക്കാൻ സാധിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. സർക്കാരിന്റെ സമീപനം അനുസരിച്ചായിരിക്കും പ്രതിപക്ഷത്തിന്റെ സർക്കാരിനോടുള്ള നിലപാട്. അവർ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കി ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി ഭരിച്ചാൽ, അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ടാകും. മറിച്ചാണെങ്കിൽ പ്രതിപക്ഷം അതിനോട് വിയോജിക്കുകയും എതിർക്കുകയും ചെയ്യും, പ്രതിഷേധത്തിന്റെ നിലയിലേക്ക് കടന്നു വരികയും ചെയ്യും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് ആവർത്തിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇതിൽ നിന്നും പിന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിനെ ചൊല്ലി CPI CPM വഴി പിരിയുന്നില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇതിന് പുറത്ത് പോകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യം വെച്ചത് ഏറ്റവും ന്യായമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പുറകോട്ട് പോകേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ സ്ഥാനം അർഹതപ്പെട്ടതാണ്. ഉറപ്പായിട്ടും ചർച്ച നടന്നിട്ടുണ്ടോ? ചർച്ച ഉണ്ടായിട്ടുണ്ടല്ലോ. CPI എല്ലാ ഗൗരവത്തിലും ഈ കാര്യം CPM-ഉമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. തൽക്കാലം CPI സർക്കാർക്ക് അത് ബോധ്യമല്ല. അതിൻ്റെ അർത്ഥം ചർച്ചയിൽ ഉണ്ടാകില്ല എന്നോ അതേ ചൊല്ലി CPI-യും CPM-ഉം വഴിതിരിയാൻ പോകണമെന്നുമല്ല. അങ്ങനെയൊന്നും വഴിതിരിഞ്ഞു പോകാതെ തന്നെ സംസാരിച്ച് ആവശ്യമെങ്കിൽ വീണ്ടും വർത്തമാനം പറഞ്ഞ് സംസ്ഥാനമായി തന്നെ പരിഹാരം കണ്ടെത്തും. ആ സ്ഥാനം CPI-ക്ക് പൂർണ്ണമായും ആവശ്യപ്പെട്ടതാണ്. അത് കിട്ടിയിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.